അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു യാദൃശ്ചികമല്ല. ഒരു പക്ഷേ താങ്ങാനാവാത്ത കടബാധ്യതകൾ കൊണ്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. വീട്ടു ചെലവുകൾ, മക്കളുടെ പഠനം, കുന്നുകൂടുന്ന ലോണുകൾ, ഇതിനിടയിൽ ശ്വാസം മുട്ടുമ്പോൾ ഇനിയൊരു വഴിയില്ലേ റബ്ബേ എന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എല്ലാ പൂട്ടപ്പെട്ട വാതിലുകൾക്കും ഒരു താക്കോലുണ്ട്. തകർന്നു പോയ ജീവിതങ്ങളെ തുന്നിച്ചേർക്കാൻ കരുത്തുള്ള ആ രഹസ്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. ഇത് കേവലം ഒരു വാക്കല്ല. പലരും വിചാരിക്കുന്നത് ഇസ്തിഗ്ഫാർ എന്നാൽ വലിയ തെറ്റുകൾ ചെയ്തവർ മാത്രം ചൊല്ലേണ്ട ഒന്നാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. ഇസ്തിഗ്ഫാർ എന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. നമ്മുടെ ഹൃദയത്തിലെ തുരുമ്പ് കഴുകിക്കളയുന്ന ഒരു പ്രക്രിയയാണത്. ഒരു പൈപ്പ് ലൈനിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അതിലേക്ക് വെള്ളം വരില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട റിസ്ക് അഥവാ നല്ല കാര്യങ്ങളൊന്നും തടഞ്ഞു നിൽക്കുന്നത് നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങളാകാം. ആ തടസ്സം മാറ്റാനുള്ള ഏക വഴിയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന മന്ത്രം. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മളിലേക്ക് വരേണ്ടിയിരുന്ന എല്ലാ നല്ല റിസ്കുകളും വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്തു നോക്കൂ. ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. സൂറത്തു നൂഹിലെ ഒരു ഫോർമുല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹിൽ അള്ളാഹു നമുക്കൊരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. വെറുതെ പൊറുക്കുമെന്ന് മാത്രമല്ല അള്ളാഹു പറയുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പാക്കേജാണ് അത്. എന്താണ് ആ പാക്കേജ്? സാമ്പത്തികമായ ഉന്നതി, കുടുംബത്തിലെ സമാധാനം, ജീവിതത്തിലെ ഐശ്വര്യം, ബർക്കത്ത്. ഒരിക്കൽ ഇമാം ഹസൻ അൽ ബസരിയുടെ സദസ്സിൽ ഒരാൾ വന്നു പറഞ്ഞു: ഇമാമേ, നാട്ടിൽ മഴയില്ല, വലിയ വരൾച്ചയാണ്. ഇമാം പറഞ്ഞു: നീ ഇസ്തിഗ്ഫാർ ചെയ്യുക. രണ്ടാമതൊരാൾ വന്ന് പറഞ്ഞു: എനിക്ക് ദാരിദ്ര്യമാണ്, കടം കൊണ്ട് പൊറുതിമുട്ടി. അദ്ദേഹത്തോടും ഇമാം പറഞ്ഞു: നീ ഇസ്തിഗ്ഫാർ ചെയ്യുക. മൂന്നാമതൊരാൾ കുട്ടികളില്ലാത്ത വിഷമമായിരുന്നു. എല്ലാവർക്കും ഒരേ മരുന്ന്. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടപ്പോൾ ഇമാം ഓതിക്കൊടുത്തത് സൂറത്ത് നൂഹിലെ ഈ വചനങ്ങളായിരുന്നു. അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ പവർ. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ ഉണ്ട്. കടം എന്നത് വെറും ഒരു സാമ്പത്തിക പ്രശ്നമല്ല, അതൊരു മാനസിക തടവറയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും അഭയം തേടിയിരുന്നു. കടക്കാരൻ സംസാരിക്കുമ്പോൾ നുണ പറയുകയും വാഗ്ദാനം ലംഘിക്കുകയും ചെയ്തേക്കാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന നാം ശീലമാക്കണം. അതുപോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അർത്ഥം: അല്ലാഹുവേ, ആകുലതകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കടം കയറുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്നാണ് ഈ ദുആ. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. സമയം കണ്ടെത്തുക. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ഇതിനായി മാറ്റിവെക്കുക. ഹൃദയം കൊണ്ട് ചൊല്ലുക. വെറുതെ ഒരു നാവ് കൊണ്ട് എണ്ണുകയല്ല, മറിച്ച് റബ്ബിനോട് മനമുരുകി സംസാരിക്കുക. മൂന്നാമത്തേത് ദാനം, സ്വതക്ക ചെയ്യുക. കയ്യിൽ പണമില്ലാത്തപ്പോഴും ചെറിയൊരു തുക മറ്റുള്ളവർക്ക് നൽകുക. ദാനം ആപത്തുകളെ തടയുകയും സമ്പത്തിൽ ബർക്കത്ത് നൽകുകയും ചെയ്യും. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. അതുപോലെ ഇസ്തിഗ്ഫാറും മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദിക്റും നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചൊല്ലാനും അത് ഉരുവിടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ പോക്കറ്റിൽ പണമില്ലായിരിക്കാം, ബാങ്ക് ബാലൻസ് 0 പക്ഷേ നിങ്ങളുടെ നാവിൽ അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രനല്ല. ആകാശഭൂമികളുടെ ഖജനാവ് കൈവശമുള്ള അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഇൻഷാ അള്ളാഹ് വൈകാതെ തന്നെ ആ കടബാധ്യതകളിൽ നിന്നും നിങ്ങൾ മോചിതരാകും. ഈ വീഡിയോ പ്രയോജനമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കടം കൊണ്ട് വിഷമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.